ന്യൂസ് 99 കേരള പ്രധാന വാർത്ത. അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് വീണ്ടും ഡ്രോൺ. ജയിൽ വളപ്പിലൂടെ പറന്ന ഡ്രോൺ പിന്നീട് വനിതാ ജയിലിന്റെ ഭാഗത്തേക്ക് നീങ്ങിയതായാണ് അറിയുന്നത്. സംഭവത്തിൽ ജയിൽ അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 10 വൈകുന്നേരം 4:20 4:30 ഇടയിലാണ് സംഭവം. സെൻട്രൽ ജയിലിലെ പശുത്തൊഴുത്തിന് മുകളിലൂടെ പറന്ന ഇലക്ട്രോണിക് ഉപകരണം വനിതാ ജയിലിന്റെ ദിശയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. ഇത് ആദ്യമായല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ജയിൽ കെട്ടിടത്തിനുള്ളിലെ ഓഫീസിന് മുകളിലായി ഏകദേശം 25 മീറ്റർ ഉയരത്തിലാണ് ഡ്രോൺ വട്ടമിട്ട് പറന്നിരുന്നത്. ജയിൽ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ആവർത്തിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ ജയിലിന്റെ സുരക്ഷയെക്കുറിച്ച് ഗൗരവകരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. നിരോധിത വസ്തുക്കൾ ജയിലിനുള്ളിലേക്ക് കടത്താനുള്ള ശ്രമമാണോ ഇതെന്നും സംശയിക്കുന്നു. ന്യൂസ് 99 കണ്ണൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.